തിരുവോണ ദിവസത്തേക്കുള്ള പണികളൊക്കെ നമ്മൾ തലേന്ന് രാത്രി തന്നെ തുടങ്ങി കേട്ടോ. അച്ചാറുകളൊക്കെ അരിഞ്ഞു വെച്ചു, പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ചാറിന് നമ്മുടെ മാങ്ങ അച്ചാറാണ് ആദ്യം ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടു. ഈ പ്രാവശ്യം നമ്മൾ പുളിയിഞ്ചിയാണൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. സംഭവം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയും മധുരവും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പിന്നെ നോക്കിയപ്പം കുറച്ച് കാന്താരി മുളകുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതും ഒരു അച്ചാർ പോലെ ഇട്ടു. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് പണികളെല്ലാം ചെയ്തത്. എനിക്കൊരു സഹായിയുടെ റോളേ ഉള്ളായിരുന്നു. ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്തു. ഞാനെല്ലാത്തിനും കൂടെ നിന്ന് എല്ലാം അടുപ്പിച്ച് കൊടുത്തു. അരയ്ക്കാനുള്ളതും തേങ്ങ തിരുങ്ങാനുള്ളതും പച്ചക്കറി അരിയാനുള്ളതും ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തു. ചേട്ടൻ തന്നെ എല്ലാ കറികളും വെച്ചു. ഈ പണികളുടെ ഇടയിൽ കൂടെ പോയിട്ടാണ് ഞാൻ പൂക്കളം ഇട്ടത് കേട്ടോ. അവിടെ നല്ല മഴയല്ലായിരുന്നു. രാത്രിയിലൊക്കെ നല്ല മഴയായതുകൊണ്ട് പുറത്തിടാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇടാൻ പറ്റി. അവിടെ പോയി നല്ലൊരു പൂക്കളം ഇട്ടു. മക്കളും ഒക്കെ സഹായിച്ചു തന്നു. നമ്മൾ വീട്ടിൽ റോസ് അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കറികളൊക്കെ നമ്മൾ ഒരുപാട് വെച്ചതാണ്ട്. ഒരു എലിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ മോരിൻ്റെ മുളക് അത് വറുത്തെടുത്തു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, സാമ്പാർ വെച്ചു, പിന്നെ അവിയൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഇട്ട് വെച്ച പുളിയിഞ്ചി അച്ചാറുണ്ടായിരുന്നു. പിന്നെ അച്ചാറുകളൊക്കെ ഞങ്ങളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതാണ്ട്. ഇതാണ് കാന്താരി മുളകിൻ്റെ, ഇത് മാങ്ങ, പിന്നെ നാരങ്ങ അച്ചാറും നേരത്തെ ഇട്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാതിക്ക അച്ചാറും നേരത്തെ ഇട്ടതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് നമുക്ക് പച്ചടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പരിപ്പ് പപ്പടം, അങ്ങനെ ഒരുവിധം കറികളെല്ലാം നമ്മൾ വെച്ചു. അതിൻ്റെ തോരൻ, പിന്നെ മോര് കാച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൂട്ടുകറി പോലെ ഒരു മസാലക്കറി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു അത്. അത്രേ ഉള്ളൂ, നമ്മുടെ കറികളൊക്കെ അത്രേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം വെച്ചു. സേമിയ പായസമായിരുന്നു നമ്മൾ വെച്ചത്. അത് പിന്നെ നമ്മൾ ചിപ്സും ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴവും നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും കഴിച്ചു, ആഹാരം കഴിച്ചു. ആദ്യം നമ്മൾ പിള്ളേർക്കും വല്യമ്മയ്ക്കും കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അവരെല്ലാം ഒരു സെറ്റായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ചേട്ടനും കൂടെ കഴിച്ചത്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിച്ചു. നമ്മൾ തന്നെ വെച്ചിട്ട് നമ്മൾ തന്നെ ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. നല്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം തന്നെ സദ്യ കഴിച്ചു. അതിനുശേഷം നമ്മൾ അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവിടെ പോയിരുന്ന് നമ്മൾ പിള്ളേരെ പട്ടോടെ ഉടുപ്പൊക്കെ ഇട്ടിരുന്നില്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തു. അവർ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്, എൻ്റെ മക്കളല്ലേ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോരുന്നു, എൻ്റെ വീട്ടിലോട്ട് പോരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെയാണ്. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകും. എൻ്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് അമ്മയുടെ കൂടെ ഒരു സദ്യ കഴിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ ഞാൻ +2 പഠിക്കുമ്പോൾ മരിച്ചു പോയതായിരുന്നു. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതേ കണക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് വന്ന് എൻ്റെ അനിയത്തിയും അമ്മയായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അനിയത്തി ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് അവളും ഞങ്ങളെ വിട്ട് പോയി. ഇപ്പം അമ്മ തനിച്ചാണ് വീട്ടിലുള്ളത്. അപ്പം പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാനാണ് മകളായിട്ടുള്ളത് അമ്മയ്ക്ക്. അപ്പം ഞാൻ വേണമല്ലോ വരാൻ. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ, അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടെ വന്ന് അമ്മയുടെ കൂടെ സദ്യ കഴിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവോണ ദിവസം 2 സദ്യ കഴിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോകുമായിരുന്നു തിരുവോണ ദിവസം. ഉത്രാടത്തിൻ്റെ അന്ന് പോയിട്ട് തിരുവോണം അവിടെ ചിലവഴിച്ചിട്ട് അവിടത്തിനായിരുന്നു തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വർഷവും പോകാൻ പറ്റിയില്ല, ഈ വർഷവും പോകാൻ പറ്റിയില്ല. ഏതായാലും ഈ വർഷത്തെ തിരുവോണവും നല്ല സന്തോഷമായിട്ട് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.